മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ജനുവരി 28 ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശുക്രൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ശുക്രൻ നിങ്ങളുടെ രാശ്യാധിപനാണ്, അതോടൊപ്പം 8ാം ഭാവത്തിൻ്റെയും അധിപനാണ്. രാശി മാറുന്നത് നിങ്ങളുടെ 6ാം ഭാവവും ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായ മീനത്തിലേക്കാണ്. ഈ സമയത്ത് ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 8ാം ഭാവാധിപൻ ശുക്രൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിപരീത രാജയോഗം നിർമ്മിതമായത്. ശുക്രൻ മീനത്തിൽ മെയ് 31 വരെ നിൽക്കുന്നതായിരിക്കും. സാധാരണ 28 ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവിടെ ഏകദേശം 4 മാസത്തോളവും സഞ്ചരിക്കുന്നതായിരിക്കും. അതായത് ഏകദേശം 125 ദിവസത്തോളം. ഇതിനിടയ്ക്ക് മാർച്ച് 2 ശുക്രൻ വക്രഗതിയിലാകുന്നതായിരിക്കും. പിന്നീട് ഏപ്രിൽ 13 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ഏകദേശം 43 ദിവസം ശുക്രൻ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രൻ ധനം, സമ്പത്ത്, ഐശ്വര്യം, സന്താനം, സുഖഭോഗവിലാസങ്ങൾ, ആർഭാട വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശുക്രൻ നിങ്ങളുടെ 6ാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുക്രൻ്റെ വിപരീത രാജയോഗവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ശുക്രൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കടബാധ്യതകൾ കൂടുതലുള്ളവർക്കത് കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. നേരത്തെ മുതൽ എന്തെങ്കിലും രോഗം കാരണം വിഷമം അനുഭവിക്കുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്താൻ ശ്രമിക്കുമെങ്കിലും അതിലവർ പരാജയപ്പെടുന്നതായിരിക്കും. ചെറിയ കച്ചവടങ്ങൾ, സ്വയം തൊഴിൽ എന്നിവ ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും നല്ലതാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ജനുവരി 28 ശുക്രൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്കാണ്. ഗുരു നിങ്ങളുടെ 3, 6 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 8ാം ഭാവമായ ഇടവത്തിലാണ്, അതും ശുക്രൻ്റെ രാശിയിൽ. 6ാം ഭാവാധിപൻ ഗുരു 8ൽ നിൽക്കുന്നത് ഇവിടെയും വിപരീത രാജയോഗം നിർമ്മിതമാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ ശുക്രൻ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗുരു 3ാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ. ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി നിങ്ങളുടെ ബോണ്ടിങ് വളരെ നല്ലതാകുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കുന്നതായിരിക്കും. ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും. ഫെബ്രുവരി 1 ശുക്രൻ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് രാശി മാറുന്നതായിരിക്കും.
ശനി നിങ്ങളുടെ 4ഉം 5ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ഈ സമയത്ത് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനും യോഗമുണ്ടാകും. അതുപോലെ വീട്ടിലേക്കുള്ള സുഖഭോഗ വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. നിങ്ങളുടെ സന്താനങ്ങളുടെ കരിയർ, ബിസിനസ്, ദാമ്പത്യ ജീവിതം എന്നിവയിൽ ശുഭസ്ഥിതികൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതായിരിക്കും. മാർച്ച് 2-ാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതാണ്. 6ാം ഭാവത്തിൽ ശുക്രൻ വക്രഗതിയിലാകുമ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. എങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആകാനാണ് സാധ്യതകൾ. മാർച്ച് 31-ാം തീയതി ശുക്രൻ വീണ്ടും ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഗുരു വക്രഗതിയിൽ നിന്നും നേരെയായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഏപ്രിൽ 13-ാം തീയതി ശുക്രൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും അങ്ങനെ ഏപ്രിൽ 25-ാം തീയതി വീണ്ടും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. അതായത് മാർച്ച് 29-ാം തീയതിയാണല്ലോ ശനിയുടെ മീനത്തിലേക്കുള്ള രാശിമാറ്റം. ഈ സമയത്ത് നിങ്ങളുടെ 6ാം ഭാവമായ മീനത്തിൽ ശുക്രൻ, രാഹു, ശനി എന്നീ 3 ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ 6ാം ഭാവം വളരെ സ്ട്രോങ് ആകുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത് മിക്കവാറും കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതും ആയിരിക്കും. വിരോധികൾ നിഷ്ക്രിയരാകുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം ശനി, ശുക്രൻ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മെയ് 16-ാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ബുധൻ നിങ്ങളുടെ 9ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഇതോടെ നിങ്ങളുടെ 9ഉം 12ഉം ഭാവങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. കരിയർ, ഉപരിപഠനം എന്നിവയ്ക്കായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗമുണ്ടാകും. ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ശുക്രൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ശുഭകരമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. 2025 മെയ് 31-ാം തീയതി ശുക്രൻ മേടം രാശിയിലേക്കും മെയ് 18-ാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.